ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്ക് ഞാനും അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇടം വരെ വന്നതാണ് കേട്ടോ. K8 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. കാരണം ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതിന് മുമ്പേ ഒന്ന് അൺബോക്സ് ചെയ്തായിരുന്നു. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് ഓർത്ത്. എന്തായിരുന്നു ബൈക്ക്? ഇത് 2 സംഭവങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ബൈക്കും ഒന്നൊരു കണക്റ്ററും ഉണ്ട്. ഈ സാധനം രണ്ടും എടുത്ത് കഴിയുമ്പോഴേക്കും ഒരു ഐഫോണിൻ്റെ ഒരു കണക്ടർ കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഉള്ളതൊരു ചാർജറും പിന്നെ ഒരു പേപ്പറും ഉണ്ട്. വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. അതിന് നേരെ മൈക്കിലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഗൈസ്. ഇങ്ങനെ കണക്ട് ചെയ്യാനാണ്. ഇതിൻ്റെ പോർട്ടിൽ കണക്ട് ചെയ്യണം. പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു റെഡ് കളറിലൊരു ലൈറ്റ് വരും ഗൈസ്. അത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. സൂക്ഷിച്ച് നോക്കിയാൽ എൻ്റെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പോലെ. പിന്നെ അത് കഴിയുമ്പോൾ ഈ മൈക്കിന് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നോക്കി കഴിയുമ്പോഴേക്കും ഓണാവും കേട്ടോ ആ സാധനം. അതിവിടെ ഒരു പച്ച കളർ ലൈറ്റ് കളി. അതും സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പൊ ഈ മൈക്കിൽ ഏകദേശം കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബോക്സിന്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. 20 മീറ്റർ വരെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ട് വോയിസ് ഒക്കെ കിട്ടുമെന്നൊക്കെയാണ് പറയണതെന്ന് എനിക്ക് തോന്നണം. 20 മീറ്റർ ആവുന്നത് നടന്നു നോക്കട്ടെ. ഹൈലി സെൻസിറ്റീവ് ആണെന്നാണ് പറയണത്. ഏകദേശം ഞാനൊന്ന് അങ്ങോട്ട് നടന്നു നോക്കാട്ടാ. 20 മീറ്റർ വരെ എന്താണ് അവസ്ഥ? ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണോ കേൾക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. സംഭവം നൈസാണോ ഇല്ലെന്ന് നിങ്ങളൊന്ന് പറയണം. തീർച്ചയായും പറയണം. സംഭവം ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കേട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റട്ടെ ഗൈസ്. ഞാനത് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഈ സാധനം ഏകദേശം എനിക്ക് തോന്നുന്നത് K8 എന്ന് പറഞ്ഞ ബ്രാൻഡ് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നണം. കണ്ടിട്ടും പ്രോഡക്റ്റിന്റെ പാക്കിങ്ങും എല്ലാം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഒരു ചൈനീസ് ബ്രാൻഡാണെന്നാണ് തോന്നണം ഈ സാധനം. ഇപ്പൊ ഞാൻ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാനും കൂടി ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ ഇപ്പൊ തന്നെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും. ഇപ്പോഴേക്ക് എനിക്ക് ഏകദേശം ഒരു ചെറിയ പതർച്ചയൊക്കെയുള്ളതായിട്ട് തോന്നി. എന്നുവെച്ചാൽ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്കിങ് വന്നതുപോലെയാണ് തോന്നി. എന്താ സംഭവം എനിക്കറിയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഏകദേശം കുഴപ്പമില്ലാത്തൊരു ബൈക്കായിട്ടാണ് തോന്നിയത് കേട്ടാ. ആ പതർച്ച എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് വളരെ ഉപകാരമായിരുന്നു ഗൈസ്. അപ്പൊ K8 എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. തീർച്ചയായും എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കണില്ല. വേണ്ടവർക്കൊക്കെ പോയി എടുക്കാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ.